ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സോയ ബിരിയാണി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു സോയ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സോയ ചങ്ക്സ് വെച്ചിട്ട് കറി മാത്രമല്ല, നമുക്ക് ഈസി ആയിട്ട് ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിലോ ചിലപ്പോൾ കറി വെച്ചാൽ കഴിക്കാൻ മടിയായിരിക്കും. ഇതുപോലെ ബിരിയാണി ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും കഴിച്ചോളും. 1.5 കപ്പ് ഡ്രൈ സോയ ചങ്ക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മുടെ സോയ ചങ്ക്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കാം. സോയ ചങ്ക്സിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണ്. 1.5 കപ്പ് ബസ്മതി അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ അരി മെഷർ ചെയ്യുന്ന കപ്പിൽ തന്നെ വേണം നമ്മൾ വെള്ളം മെഷർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പ് ബസ്മതി അരി ഞാനൊന്ന് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. സോയ ചങ്ക്സ് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുതിർത്ത് വെച്ച ശേഷം ഞാൻ നല്ല വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം കഴുകിയെടുത്തു. അതിന് ശേഷം നമുക്ക് ഇതുപോലെ സോയ ചങ്ക്സിൽ നിന്ന് ഉള്ള വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടാം. സോയ ചങ്ക്സ് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മസാല പരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ആ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1-1.5 ടേബിൾ സ്പൂണോളം തൈര്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോയ ചങ്ക്സിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ മസാലയുടെയൊക്കെ ടേസ്റ്റ് ഈ സോയ ചങ്ക്സുമ്മലേക്ക് നന്നായിട്ട് ഒന്ന് പിടിക്കും. ബിരിയാണി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കുക്കർ വെച്ചു. ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കറുകപ്പട്ട, ഏലക്കായ, കുരുമുളക്, കരയാമ്പു, ഇത്തരം സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് കാണിക്കുന്നത് ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഹോൾ സ്പൈസസ് എല്ലാം നമുക്ക് ഈ മസാലയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ, സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അങ്ങനെ മൊരിയൊന്നും വേണ്ട, പക്ഷേ ഒന്ന് നന്നായിട്ട് വാടി വരണം. നമുക്ക് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് മസാല പറ്റി വെച്ചൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ, അതനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. സവാള അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞൊന്നും വരണ്ട കേട്ടോ. പിന്നെ ഞാൻ ഹോൾ സ്പൈസസ് ചേർത്ത സമയത്ത് കറുകല, ബേ ലീഫ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് ഈ സവാളൊക്കെ ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് തക്കാളി അധികം വേണ്ട കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ഒരെണ്ണമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഒക്കെ ഇതിനോട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പുതിനയുടെ ഇല ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടിയും ഈ ഇലകളൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ, അങ്ങനെ നന്നായിട്ട് വാടി മൊരിഞ്ഞ് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, ഈ ഇലകളൊന്ന് യോജിച്ച് വന്നാൽ മതി. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മസാല പരട്ടി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഒരു പൊടികൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ആ സോയ ചങ്ക്സ് മസാല പരട്ടി വെച്ചല്ല, അത് തന്നെയാണ് ഇതിലെ പൊടികൾ കേട്ടോ. ഇനി നമ്മൾ ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ സോയ ചങ്ക്സുമ്മ പരട്ടി വെച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരികയുള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സോയ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരി ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഒന്ന് ഈ സോയ മസാലയും ഈ റൈസും കൂടി ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അരി പൊട്ടിപ്പോവാതെ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതനുസരിച്ചിട്ട് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ അരി എടുക്കുന്ന അതേ കപ്പിൽ വേണം വെള്ളം മെഷർ ചെയ്യാനായിട്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ഈ രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് എനിക്ക് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ട് തിളക്കാൻ വേണ്ടി ഒന്ന് ഫ്ലെയിം കൂട്ടിയിടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിടണം. ഞാൻ 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടി ആവിയൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സോയ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അരി ഒന്നും അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കണ്ട, റൈസ് നന്നായിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. നമ്മൾ സോയ ചങ്ക്സ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു മീറ്റ് വെച്ചിട്ട് ബിരിയാണി കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.